ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു പയറ് കറിയാണ് ഇനി ഞാൻ തയ്യാറാക്കുന്നത്. വളരെ വേഗത്തിൽ തയ്യാറാക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. പയറിൻ്റെ ആക്ച്വലി പയറിൻ്റെ പേരെനിക്കറിയില്ല, ഞങ്ങളിവിടെ ബെല്ലർ എന്നാണ് പറയുന്നത്, മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ബീൻസിനെക്കാട്ടിലും കുറച്ചുകൂടി വലുപ്പത്തിലുള്ള ഒരു പയറാണ്. അത് ഇവിടുത്തുകാരാണെങ്കിൽ നല്ലവണ്ണം കൃഷി ചെയ്യും. അതുപോലെ അവർ പെരയുടെ മണ്ടയിലൊക്കെയാണ് ഇത് കയറ്റിയിടുന്നത്. ഞാൻ അത് പച്ച കിട്ടുവാണെങ്കിൽ ഒരു പ്രാവശ്യം കാണിക്കാം. ഇതെനിക്ക് ഇങ്ങനെ അരിയായിട്ടാണ് കിട്ടിയത്. അത് ഞാൻ കഴുകി പെറുക്കി ഒന്ന് കുക്കറിനകത്ത് വേവിച്ചെടുക്കുന്നതിനൊക്കെ ഉപ്പ് ചേർത്തും മഞ്ഞൾ പൊടി ചേർത്തിട്ട്, ഇത് നല്ല വേവുള്ളതായത് കൊണ്ട് ഞാനതൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പാനെടുത്ത് അതിലേക്ക് കടുകിട്ട് കൊടുത്തു, പിന്നെ സവാള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില അതോടൊപ്പം ചേർത്തു. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴന്ന് വരണം, അതുവരെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഞാൻ കുറച്ചേ ഉള്ളത് കൊണ്ട് ഞാനൊരു ചെറിയ പാത്രത്തിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് ഇതൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇതിന് നല്ലവണ്ണം ഒന്ന് വഴന്ന് വരുമ്പം നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ഇറച്ചിക്കറി വെക്കുന്ന പോലൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്, നല്ല ടേസ്റ്റാണ്. അതോടൊപ്പം ഞാൻ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിന്ന് നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ ചെറിയ ഉള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല. ഇതോടൊപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പയർ എന്താണെന്ന് എനിക്കറിയത്തില്ല, പയർ നാട്ടിൽ കിട്ടുമെങ്കിലൊന്ന് പറയണം. എൻ്റെ പേരെനിക്കറിയാഞ്ഞതുകൊണ്ട് പേര് പറഞ്ഞിട്ടില്ല. അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ചേർത്തില്ല. അതിന് പകരം ഞാൻ അല്പം കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്തത്. ഗരം മസാല എനിക്കിഷ്ടമല്ലാഞ്ഞതുകൊണ്ട് ഞാനത് ചേർത്തില്ല. പിന്നെ ചിക്കൻ മസാല അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം, പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാനതൊന്നും ചേർത്തില്ല. പിന്നെ ഞാനൊരു ചെറിയ തക്കാളി ഒന്ന് അരച്ചിട്ട് ചേർത്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്നും അരിഞ്ഞില്ല, കുറച്ചൊന്നും അരിഞ്ഞു. അങ്ങനെ അതുകൂടി ചേർത്തു. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം കുറേശ്ശെ വെള്ളം ചേർത്തിട്ടാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയർ അത് ചേർത്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വൻപയറും ഇങ്ങനെ കറി വെക്കാമെന്ന് തോന്നുന്നു. വൻപയർ ഞങ്ങൾക്ക് കിട്ടത്തില്ല, പിന്നെ ഇങ്ങനെയുള്ള പയറൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്, അതൊക്കെ ആണ് ഞാൻ കറി വെക്കുന്നത്. അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് പയറെല്ലാം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിന് ഇളക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് അടച്ച് വെച്ച മസാല, ഓൾറെഡി ഇത് പയർ നല്ലവണ്ണം വെന്തതാണ്, അതിന് മസാലയൊന്നും അതിൽ പയറിലേക്കൊന്ന് പിടിച്ചാൽ മാത്രം മതി. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അത് അഭിപ്രായം അറിയിക്കുമ്പോൾ അത് തിരുത്തുവാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വീഡിയോയും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഓക്കേ.